മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം ദൃശ്യം 3 OTT കരാറിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി ഡൽഹി ഹൈക്കോടതി. നിർമ്മാണ കമ്പനിയായ ആശീർവാദ് സിനിമാസിനെതിരെ ആമസോൺ പ്രൈം നൽകിയ ഹർജിയിലാണ് നടപടി. മലയാള സിനിമയിൽ വൻ വിജയമായി മാറിയ ക്രൈം ത്രില്ലർ പരമ്പരയാണ് മോഹൻലാൽ നായകനായ ദൃശ്യം ഫ്രാഞ്ചൈസി. പ്രത്യേകിച്ച് മറ്റു ഭാഷകളിലെ റീമേക്കുകളിലൂടെ ഗ്ലോബൽ പ്രശസ്തി ചിത്രം നേടി. ബോളിവുഡ് സൂപ്പർ സ്റ്റാർ അജയ് ദേവ്ഗൺ അഭിനയിച്ച ഹിന്ദി പതിപ്പ് ഗണ്യമായ വിജയമായിരുന്നു നേടിയത്. അതിന്റെ തുടർഭാഗം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 2013 ദൃശ്യം റിലീസ് ചെയ്തത്. മലയാളത്തിലെ ആദ്യ 50 കോടി ചിത്രമെന്ന റെക്കോർഡ് ദൃശ്യം സ്വന്തമാക്കിയിരുന്നു. 2021 ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗവും എത്തി. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് ദൃശ്യം 2 റിലീസ് ചെയ്തത്. ഭൂതകാലം ഒരിക്കലും നിശബ്ദത പാലിക്കുന്നില്ല എന്ന ടാഗ്ലൈനോടെയാണ് ദൃശ്യം 3 എത്തുന്നത്. 2026 ഒക്ടോബർ 2 ദൃശ്യം 3 തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത്. ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന് 4 വർഷത്തിന് ശേഷമുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് മൂന്നാം ഭാഗത്തിൽ കൊണ്ടുവരുന്നതെന്ന് ജിത്തു ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു. ആദ്യ 2 ഭാഗങ്ങളെപ്പോലെ ഒരു ഹെവി ഇന്റലിജൻസ് സിനിമയല്ല മൂന്നാം ഭാഗമെന്നും ജിത്തു ജോസഫ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ദൃശ്യം 3 OTT കരാറിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതി. നിർമ്മാണ കമ്പനിയായ ആശീർവാദ് സിനിമാസിനെതിരെ ആമസോൺ പ്രൈം നൽകിയ ഹർജിയിലാണ് നടപടി. ആമസോൺ പ്രൈം വീഡിയോസും ആശീർവാദ് സിനിമാസും തമ്മിലുള്ള 2020 മാസ്റ്റർ വീഡിയോ ലൈസൻസ് കരാറാണ് തർക്കത്തിന് അടിസ്ഥാനം. ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ പുതിയ ചിത്രങ്ങളുടെ ഡിജിറ്റൽ അവകാശങ്ങൾ വാങ്ങുന്നതിന് ആമസോണിന് മുൻഗണന നൽകുന്ന വകുപ്പ് കരാറിലുണ്ട്. മൂന്നാം കക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന ഓഫറുകൾ ആമസോണിനെ അറിയിക്കണമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ ചർച്ചകൾക്കിടയിൽ ആശീർവാദ് സിനിമാസ് ഏകപക്ഷീയമായി കരാർ അവസാനിപ്പിച്ച് മറ്റ് പ്ലാറ്റ്ഫോമുകളുമായി ചർച്ച നടത്തിയതാണ് ആമസോണിനെ കോടതിയിലേക്ക് എത്തിച്ചത്. ചിത്രത്തിന്റെ OTT അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് മൂന്നാം കക്ഷികളുമായി യാതൊരുവിധ കരാറുകളിലും ഏർപ്പെടരുതെന്ന് ജസ്റ്റിസ് ഹരീഷ് വൈദ്യനാഥൻ ശങ്കർ ഉത്തരവിട്ടു. ദൃശ്യം 3 എന്ന പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ മലയാളം പതിപ്പിനും ഡബ്ബ് ചെയ്ത പതിപ്പുകൾക്കും ഹിന്ദി റീമേക്കിനും ഈ വിലക്ക് ബാധകമാണ്. കേസ് വീണ്ടും പരിഗണിക്കുന്ന മെയ് 15 വരെയാണ് വിലക്ക് തുടരുക. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.